ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പല ആളുകളും എന്നെ വിളിച്ചു പറയുന്ന ഒരു പരാതിയാണ്. സർ, ഞാൻ ധാരാളം ടെക്നിക്കുകൾ അപ്ലൈ ചെയ്തു, പക്ഷേ എനിക്ക് അവൻ തിരിച്ചു വരുമോ അല്ലെങ്കിൽ അവൾ തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ള സംശയമുണ്ട്. ആ സംശയം കാരണം എൻ്റെ മാനിഫെസ്റ്റേഷൻ എന്തെങ്കിലും സംഭവിക്കുമോ, ബ്ലോക്ക് സംഭവിക്കുമോ, ഇനി അവൻ വരത്തില്ലേ, ഫ്രണ്ട്സ് അത് പറഞ്ഞു, അല്ലെങ്കിൽ അവൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ട് അവൻ വരില്ല എന്നാണ് തോന്നുന്നത്. ഇങ്ങനെ പല രീതിയിലുള്ള പരാതികളും സംശയങ്ങളും പറയുന്ന ആളുകളുണ്ട്. ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഈ കോൺസെപ്റ്റിൽ അത്രത്തോളം വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത്, അവർ ചെയ്തു വെച്ചിട്ടുള്ളതും അല്ലെങ്കിൽ അഫേം ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിലീവ് സിസ്റ്റം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അത്തരത്തിലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിലീവ് സിസ്റ്റം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. ഓവറായിട്ട് നമ്മൾ സംശയിക്കത്തില്ല. അപ്പോൾ അത്തരത്തിൽ ഒരു ബിലീവിങ് ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ മനസ്സിനെ കൂടുതൽ പോസിറ്റീവായിട്ട് നിലനിർത്താം, അത് നിലനിർത്തുന്നതോടൊപ്പം തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെ റിസൾട്ട് നേടിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ ബിലീവിങ് ടെക്നിക്കുമായി ബന്ധപ്പെട്ട് ആദ്യം ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള 3 അഫർമേഷൻസ് ആണ്. അപ്പോൾ ഈ അഫർമേഷൻസ് ആദ്യം നിങ്ങളൊന്ന് എഴുതിയെടുത്തോളൂ. ഒന്നാമത്തെ അഫർമേഷൻ എന്ന് പറയുന്നത്, അവൻ തിരിച്ചു വരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഈ വിശ്വസിക്കുന്നു എന്നുള്ള വാക്ക് ഈ 3 അഫർമേഷൻസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അതാണ് പല ആളുകളുടെയും പ്രശ്നം. അപ്പോൾ അവൻ തിരിച്ചു വരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അവൾ ഒരു പുരുഷനാണ് ചെയ്യുന്നതെങ്കിൽ അവൾ തിരിച്ചു വരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നുള്ള രീതിയിൽ ചെറുതായിട്ടൊന്ന് മാറ്റി എഴുതുക. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തിരിച്ചു വരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഒന്നാമത്തെ സെന്റൻസ്. ഈ അവൻ അവൾ എന്ന് ഉപയോഗിക്കുന്ന സ്ഥലത്ത് വേണമെന്നുണ്ടെങ്കിൽ പേരും എന്ത് ചെയ്യാം, നമുക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ അവൻ അവൾ എന്ന് ഉപയോഗിക്കുന്ന സമയത്ത് അവരെ മനസ്സിൽ കണ്ടാലും മതി, നമുക്കറിയാലോ ആരായിരിക്കും എന്നുള്ളത്. ഇനി രണ്ടാമത്തെ സെന്റൻസ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അവൻ എന്നെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അവൻ എന്നെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. വേണമെങ്കിൽ മാറ്റി എഴുതാം, അവൾ എന്നെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒരു പുരുഷനാണെങ്കിൽ അവൾ എന്ന് എഴുതുക, സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അവൻ എന്ന് എഴുതുക. ഓക്കെ, ഇനി മൂന്നാമത്തെ സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇനി ഒരു സ്ത്രീയാണ് എഴുതുന്നതെങ്കിൽ അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇപ്പൊ 3 സെന്റൻസ് കിട്ടിക്കാണും. അപ്പൊ ഈ ബിലീവിംഗ് ടെക്നിക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ 3 സെന്റൻസിലും ആ വിശ്വസിക്കുക എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും മാനിഫെസ്റ്റേഷൻ നടക്കാത്തത്. നമുക്കറിയാം, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബിലീവ് എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് വേണം. ആ ഒരു ബിലീഫ് ഉണ്ടെങ്കിലേ നമുക്ക് മാനിഫെസ്റ്റേഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ ആ ബിലീഫ് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ 3 അഫർമേഷൻസ് പറഞ്ഞത്. ഇപ്പം നമ്മൾ ഈ 3 അഫർമേഷൻസ് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഇതെങ്ങനെ ഉപയോഗിക്കണം എന്ന് പറയുന്നതിന് തൊട്ട് മുൻപായിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ വിളിക്കാം. നിങ്ങൾക്ക് സൊല്യൂഷൻ ലഭിക്കുന്നതാണ്. ഇനി ഇതെങ്ങനെയാണ് പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്നുകൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഓരോ ദിവസവും കിടന്നുറങ്ങുന്ന സമയത്ത് ഒന്നാമത്തെ അഫർമേഷൻ നിങ്ങൾ ആദ്യം ഒരു 11 തവണ മനസ്സിൽ റിപ്പീറ്റ് ചെയ്യുക. ഈ 3 അഫർമേഷൻ ബൈ ഹാർട്ട് ചെയ്യാൻ അത്ര പണിയൊന്നുമില്ല അല്ലേ? ഒന്ന് പഠിച്ചു നോക്കുക. പഠിച്ചതിന് ശേഷം ഒന്നാമത്തേത് 11 തവണ റിപ്പീറ്റ് ചെയ്യുക കിടക്കുന്നതിന് തൊട്ട് മുൻപ്. രണ്ടാമത്തെ അഫർമേഷനും 11 തവണ റിപ്പീറ്റ് ചെയ്യുക. മൂന്നാമത്തെ അഫർമേഷനും 11 തവണ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ ഒരു 33 സെന്റൻസ് പറയുന്ന അത്ര ടൈമേ വരുള്ളൂ. 5 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് നമുക്കിത് റിപ്പീറ്റ് ചെയ്ത് കഴിയും. അത് കഴിഞ്ഞതിന് ശേഷം ഇത് തുടർച്ചയായിട്ട് എല്ലാ ദിവസവും രാത്രിയിൽ നിങ്ങൾ ചെയ്യുക. ടോട്ടൽ ഒരു 21 ഡേയ്സ് ഒക്കെ ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ബിലീവ് സിസ്റ്റം ടോട്ടലി ചേഞ്ച് ആവും. പല ആളുകളും പറയും, അവൻ വരുമോ ഇല്ലേ എന്ന് സംശയമാണ്, അല്ലെങ്കിൽ അവൾ വരുമോ ഇല്ലേ എന്നുള്ളത് സംശയമാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതൊക്കെ മാറി മറിയും. കാരണം ഇത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എത്തും. അതുപോലെ തന്നെ അവൻ നിങ്ങൾ ആഗ്രഹിക്കാൻ തുടങ്ങും, അവൾ നിങ്ങൾ ആഗ്രഹിക്കാൻ തുടങ്ങും, അതുപോലെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ 3 പവർഫുൾ ആയിട്ടുള്ള ആ ഒരു ബിലീവിംഗ് ടെക്നിക്കുമായി ബന്ധപ്പെട്ടുള്ള ഈ അഫർമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും.
ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ നടക്കുകയും ചെയ്യും. പല ആളുകളും ലവ് മാസ്റ്ററി ചെയ്തിട്ട് ഒരുപാട് സംശയിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ പല ടെക്നിക്കുകൾ യൂട്യൂബിൽ കണ്ടിട്ട് അപ്ലൈ ചെയ്തിട്ട് സംശയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടെക്നിക്ക് നിങ്ങളൊരു 21 ദിവസം ഒന്ന് ചെയ്തു നോക്കൂ. രാത്രിയിൽ ഒരു 3-4 മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ പോരെ, നിങ്ങൾക്ക് റിസൾട്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ ലഭിക്കും. നിങ്ങൾ ചെയ്തതിന് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കാതെ ഇതുകൂടി ചെയ്യുമ്പോൾ നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം സ്ട്രോങ് ആവുകയും ഇൻസ്റ്റൻ്റ് ആയിട്ട് മാനിഫെസ്റ്റേഷൻ നടക്കുകയും ചെയ്യും. അപ്പോൾ ടെക്നിക്കുകൾ അപ്ലൈ ചെയ്യുന്ന ആളുകൾക്കും കോഴ്സുകൾ എടുത്ത ആളുകൾക്കും ഒക്കെ എന്ത് ചെയ്യാം, ഇത് ചെയ്തു നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും റിസൾട്ട് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളിലോട്ട് മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.